കാരണം ആ ഒരു വാക്കില്ല സാർ ഇപ്പോഴും മുമ്പോട്ട് നിന്ന് ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഞങ്ങളെക്കാൾ ഉപരി വീട് ഷീബ ചേച്ചി വീടൊക്കെ കണ്ടു, വീടൊക്കെ സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഇന്ന് വീടിൻ്റെ കുതാശയായിരുന്നു. സന്തോഷമുണ്ട് എങ്കിലും അതിലൊരു ദുഃഖം തന്നെയാണ്. ദുഃഖമുണ്ട്, മനസ്സിനകത്തൊരു പിന്നിൽ തന്നെയാണ്. അതുപോലെ തന്നെ വളരെ അനേകം ആൾക്കാരുടെ സഹായത്തിലാണ് ഇത് ചെയ്തത്. ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് വിക്ടർ സാറിനെ പറ്റിയാണ്. കാരണം ഞങ്ങൾക്കൊരു വീടെന്നൊരു സ്വപ്നം ഞങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് ആഗ്രഹിച്ചത് സാറാണ്. ആദ്യമേ സാറിനെ കണ്ടപ്പോൾ തന്നെ വളരെ ദുഃഖത്തോടാണ് ഒരു അവസ്ഥയിലാണ് സാറിനെ കണ്ടത്. അപ്പോൾ സാർ തന്നെ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ സത്യം സാറിനോട് പറഞ്ഞു, സാറ് ഞങ്ങൾ പാവങ്ങളാണ്. കാരണം ആ ഒരു വാക്കില്ല സാർ ഇപ്പോഴും മുമ്പോട്ട് നിന്ന് ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഞങ്ങളെക്കാൾ ഉപരി വീടെന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് സാറാണ്. വളരെയധികം ആൾക്കാരെ കണ്ട് സഹായം ഞങ്ങൾക്ക് അന്വേഷിച്ച് അന്ന് ഈ വീട് ഇത്രത്തോളം ആക്കാൻ വേണ്ടി സാറ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് സാറിനോട് വളരെയധികം നന്ദിയും കടപ്പാടും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട്. അതിന് സാറിന് ഈശ്വരൻ ആയുസ്സും ആരോഗ്യം കൊടുക്കുക. ഇനി ഇതുപോലെ ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാൻ ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീട് പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ നിരവധി ഘട്ടങ്ങൾ കടന്നുപോയി. അതിൽ നിന്നെല്ലാം വിക്ടർ സാറ് കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. നമസ്കാരമുണ്ട് വിക്ടർ അച്ഛാ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു കാര്യം കേട്ടതിൽ. അച്ഛനാണ് ഇതിൻ്റെ താങ്ങ് നടലുമായിട്ട് കൂടെ നിന്ന്, അതായത് പണിയാൻ പറ്റത്തില്ല എല്ലാവരും ഉപേക്ഷിച്ച് പോയ സ്ഥാനത്ത് അതൊന്നും പറയാൻ പറ്റുമോ? അത് നടന്ന സംഭവങ്ങളൊന്നും ആണോ? അത്ഭുതമെന്ന് തന്നെ എനിക്കിത് പറയാം. കാര്യം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഒരു ഷിബ എന്ന് തന്നെ വിളിക്കും. ഇതുപോലെ ഈ വിഷമം എന്നൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാളിങ്ങനെ താമസിക്കും, അവർക്കൊരു സുരക്ഷിതമായൊരു വീട് വേണം. ഞാൻ വിളിക്കുമ്പം വലിയ സങ്കടത്തോടെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഷിബ എന്നോട് അടുത്തൊരു സുഹൃത്തായിരുന്നു. മരണത്തിൻ്റെ ശിവ ദൈവം എത്ര റൂമുണ്ട് ചേതപ്പോൾ? 5 റൂം അല്ലേ? എൻ്റെ മനസ്സിൽ ഡൈനിങ് റൂം. ഇതാണ് അടുക്കള അല്ലേ? ഇതാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, പറഞ്ഞു. രാവിലത്തെ തിരക്കുകളൊക്കെ ആയിരുന്നല്ലേ? സാധനങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് വർക്ക് ഏരിയല്ലേ? പാല് വെച്ച് വന്ന് പാല് വെച്ചല്ലേ? നല്ലൊരു എഞ്ചിനീയറെ കിട്ടി. ഇതൊരുപാട് സമ്മാനങ്ങളുണ്ടല്ലോ. സമ്മാനങ്ങളാണ്. കൊല ചെയ്തു നമുക്ക് ആ വീട് നല്ല ഭംഗിയായിട്ട് ഇതല്ല. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല അടിപൊളി ഒരു ബാത്റൂം ഒക്കെ ആണല്ലോ. ആ ഒരു ഷിബ പറഞ്ഞത് അല്ലാതെ ഞാൻ അടയ്ക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഷിബയുടെ തീരുമാനം ഉറച്ചതാണ്, 100% ഉറച്ചതാണ്. കാര്യം നമ്മളൊക്കെ ഇതിനെ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ എന്നോട് വീണ്ടും പറഞ്ഞത് ഞങ്ങൾ പാവങ്ങളാണ്, ഇത് ഞങ്ങൾക്ക് ആരും ഇല്ല, ഗവൺമെൻറ്റും മിഷണറികളും എല്ലാം ഇത് അടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഈ PA ജോസഫ് സാറിനെ വിളിച്ച് ഫോണ് ഞാൻ പറഞ്ഞു, നാളെ ഞാനിവിടെ ആരോട് ചോദിക്കുക, ഞാനങ്ങ് ഡിക്ലെയർ ചെയ്ത് പിറ്റേ ദിവസം ഒരു മാർച്ച് ഒറ്റ ദിവസം കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഞാനിത് ഇതിനു മുമ്പ് എന്നെ ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത് ഈ ഷീബയുടെ മത്തായിയുടെ പെങ്ങളുടെ ഒരു അടുത്ത് നമ്മുടെ ഒരു പയ്യനുണ്ട്, കുഞ്ഞുമോൻ ഇങ്ങനെയെത്തുന്നുണ്ട്. അവന് രാത്രി മഴയത്ത് ഞാൻ ഈ കോവിഡൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത സമയം അതിനകത്തേക്ക് എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞോണ്ട് വന്നു. മത്തായിയുടെ പെങ്ങൾ വന്ന് കരഞ്ഞോണ്ട്, അവർ പെങ്ങളുടെ ഭർത്താവ് എൻ്റെ കൂട്ടുകാരനാണ്, വന്നിങ്ങനെ ഒരു വിഷയം പറഞ്ഞ് സഹായിക്കണം, ഇറങ്ങണം. ഞാൻ പറഞ്ഞു എന്താ അതിൻ്റെ വാസ്തവം എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. ഇല്ല, വാസ്തവം ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ആത്മഹത്യയാണെന്നാണ് മീഡിയയും ഗവൺമെൻറ്റും പോലീസും ഗവൺമെൻറ്റും എല്ലാ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് പബ്ലിസിറ്റി മൊത്തം ഈ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. പക്ഷേ എനിക്കതൊന്നും അറിയണമെന്നുണ്ടായി. ഞാനവിടെ അയൽവക്കത്തൊക്കെ പോയി തിരക്കിയപ്പോൾ അങ്ങ് അതിനകത്ത് പോയി ആളുകൾ പറഞ്ഞു ഇതാ സംഭവം പറഞ്ഞപ്പോൾ നമുക്ക് അത് കൊലപാതകമാണെന്ന് തെളിയത്തക്ക കാരണങ്ങളാണ് കേട്ടത്. കാരണം മത്തായിയെ വീട്ടിൽ നിന്ന് അറിയാമല്ലോ, കൊണ്ടുപോയ കഥയെല്ലാം നമ്മൾ പ്രത്യേകം പറയണ്ടേ. ആ മരണം ഉണ്ടായി, ഷീബ പുറകെ പോയി, പിന്നെ മരിച്ച വിവരം അറിഞ്ഞു. മരിച്ച വിവരം ഉപദ്രവിച്ച് കൊന്നിട്ട് കൊണ്ടത് കിണറ്റിലിട്ടിട്ട് അവർ ദൈവപ്രവർത്തിച്ച് വലിയ പ്രവർത്തി ആ മത്തായിയെ കിണറ്റി കൊണ്ടിട്ടിട്ട്
കിണറ്റിൽ കൊണ്ടിട്ടിട്ട് ആ മൂടിയെടുത്ത് അടച്ചു വെച്ചതാണ്. മൂടി തുറന്ന് കിണറ്റിലിട്ടിട്ട് മൂടി അടച്ചു വെച്ചിട്ട് ഇവർ നാട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു മത്തായി ആത്മഹത്യ ചെയ്തത്. ആ ഒറ്റ പോയിന്റിലാണ് എനിക്ക് കൺവിൻസ് ആയത്. അവർ ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ കിണറ്റി വീണ മത്തായിയാണോ മൂടി എടുത്ത് വെച്ചത്, ഇവർ വണ്ടി കിട്ടേച്ച് ഓടി എന്ന് നാട്ടുകാരെന്നോട് പറഞ്ഞു. അപ്പോൾ അത് കൃത്യമായി മത്തായിയെ കൊണ്ട് കിണറ്റിലിടുകയും ആ മൂടി പൊക്കുകയും ചെയ്യും, പിന്നെ മൂടി വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടല്ലേ അത് മൂടി വെച്ചില്ലെങ്കിൽ നമ്മളൊക്കെ സംശയിച്ചതിൽ വിധേയമായിപ്പോയി. അങ്ങനെ ആ വിഷയം വന്നപ്പോഴാണ് പിജോ സാറ് പിറ്റേ ദിവസം രാവിലെ പിജോ സാർ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ അവരുടെ ജില്ലാ പ്രസിഡന്റ് യൂണിറ്റ് ചെയർമാനും ഞാൻ വരത്തില്ല, അവിടെ ദുരിതതയുണ്ട്, അത് ആത്മഹത്യ, നമ്മൾ നാണക്കെടും. ഞാൻ പറഞ്ഞു സാറേ ഒരിക്കലും അത് ശരിയാകത്തില്ല സാറ്, ഞാൻ അവരോട് നാളെ സാറിനോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പത്രങ്ങൾക്കെല്ലാം കൊടുത്തു, നാളെ മാർച്ചിട്ടേക്ക് സാർ വന്നാലും വന്നില്ലെങ്കിലും അവിടെ വന്ന് സാറ് ഇതിന് എന്നെ പങ്കെടുത്തേ ഒക്കത്തുള്ളൂ. എന്തായാലും ഞാൻ റാന്നി ഇവിടെ വരെ വരാം, റാന്നിയിൽ TV വരെ വന്ന് പത്രസമ്മേളനം ഞാൻ പ്രായങ്ങളുടെ സാറ് വരണ്ട, സാറ് വരികയാണെങ്കിൽ ആ വീട് സന്ദർശിച്ച് തന്നെയും കണ്ടിട്ട് സാറിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടില്ലേ പോയിക്കും. എന്തായാലും ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, അവരോടൊപ്പം ഈ സമരത്തിൽ നിൽക്കുമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തു. അതെന്താണെങ്കിലും അത് രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് ഞാൻ പോകും. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഈ പൊളിറ്റിക്കൽ സമരത്തിനോടൊപ്പം തന്നെ ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു വികസന സമിതി എന്ന് പറയുന്നത് ഒരു 96-ലെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി DK നായർ സാർ പേറ്റനായിട്ടും ഇത് മരിച്ചുപോയ ഈ ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി ആയിരുന്ന MG ജോർജ് മുത്തൂറ്റ്, അതുപോലെ തന്നെ കോഴഞ്ചേരി കോളേജിൻ്റെ പ്രിൻസിപ്പലും കോഴഞ്ചേരി ഇടവകയുടെ വികാരിയായിരുന്ന റവറൻഡ് ഡോക്ടർ പിരിപ്പോലി സച്ചിനും ഒക്കെ പേട്രൺഷിപ്പിൽ ഈ സെൻട്രൽ ട്രാവൻകൂറിലെ വിഷയങ്ങളും ഡെവലപ്മെൻറ്റ്സും സാംസ്കാരിക പരിപാടികളും ഞങ്ങൾ എടുക്കാൻ DK നായർ സാർ ഇവരെല്ലാം എല്ലാം ഒരു സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചു, മധ്യ തിരുവിതാംകൂർ വികസന കൗൺസിൽ. അപ്പോൾ നമ്മൾ ആ ആശയമാണ് ഈ വാസ്തവത്തിൽ സെൻട്രൽ ട്രാവൻകൂറിൽ ഒരു എയർപോർട്ട് വേണമെന്നും ഈ സെൻട്രൽ ട്രാവൻകൂറിൻ്റെ ഡെവലപ്മെൻറ്റ് വേണമെന്ന് ഓരോ ഏരിയ വെച്ച് കൊണ്ടുവരണമെന്നും ഒക്കെ ഞങ്ങളും ഈ മേളകളും സാംസ്കാരിക പരിപാടികളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ആ സെൻട്രൽ ട്രാവൻകൂർ ഡെവലപ്മെൻറ്റ് കൗൺസിലിലൂടെ ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ വ്യത്യാസമായി രാഷ്ട്രീയമില്ലാത്ത നല്ല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഇതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നാലും ഒരാപത്ത് വന്നാലും അവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു രജിസ്റ്റേർഡ് സംഘടന. അപ്പം നമ്മൾ ഇനി സാറിനി രാഷ്ട്രീയപരമായി ചെയ്യില്ലെന്ന് പറഞ്ഞാലും PO സാർ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു റഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തരും. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പം PJ ജോസഫ് സാറിന് ബോധ്യപ്പെട്ടു, ഇവർ പറഞ്ഞ കൂടെയുള്ള നമ്മുടെ പാർട്ടി നേതാക്കന്മാരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ഇത് ചെയ്ത് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇനി ക്രെഡിറ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ സാറിനോട് വിശ്വാസം ഉണ്ടെങ്കിൽ മതി. പുള്ളി വന്ന് കണ്ടു, ഇവിടെ വന്ന് ഷീബയും കണ്ടു, അതാണ് കഴിഞ്ഞു. അടുത്ത ദിവസമാണ് ഈ റാന്നിയിലെ BFOയുടെ മുമ്പിൽ പെട്ടിമല അവിടെ ഞങ്ങൾ പന്തലിട്ട് സമരിച്ചു. അപ്പോഴാണ് ഭയങ്കര മഴയും വെള്ളപ്പൊക്കം വന്നു, പെട്ടിമല ദുരന്തം വന്നു. പെട്ടിമല ദുരന്തം വന്നപ്പോൾ ഒത്തിരി പേര് മരിച്ചപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ആ സമരം വെള്ളപ്പൊക്കവും റാന്നിയിൽ നമ്മളിരുന്ന അതിൻ്റെ മുമ്പിലോട്ട് വരെ വെള്ളം കയറി. അത് ഞാൻ അവിടെ 3 ദിവസത്തേന് ആ ദുഃഖാചരണം, അവിടെ ഒത്തിരി പേര് മരണമടഞ്ഞല്ലോ നമ്മുടെ മൂന്നാറിലെ ആ ഇതിനകത്ത്. അപ്പോൾ ഞാനത് പറഞ്ഞ് ആ 3 ദിവസത്തേന് സമരം മാറ്റിവെച്ചു. സമരം മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും രൂക്ഷമായി പോകുന്നു. ഇത് അങ്ങനെയാണ് പത്തനംതിട്ടയിൽ കളക്ടറുടെ SP-യുടെ മുമ്പിലോട്ട് ഞാൻ സമരം മാറ്റി. ആ സമരം മാറ്റിയത് ആദ്യമൊക്കെ മീഡിയക്കാരൊന്നും കാര്യമായിട്ടത് ടേക്കപ്പ് ചെയ്യുന്നില്ല, കാരണം ഗവൺമെൻറ്റിൻ്റെ മെഷീനറി അങ്ങനെയാണ്. അപ്പോൾ എന്നോട് ആ സമരത്തിന് മുമ്പായിട്ട് തന്നെ ഈ 2 പേര് ഞാൻ പറയാം, കാലം ചെയ്ത ജോസഫ് മാർത്തോമ തിരുമേനി, പുള്ളിക്ക് സുഖമില്ല, വളരെ സീരിയസ് ആണ്, ഇനിയും റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു വിട്ടപ്പോൾ പുള്ളി റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് വന്ന് ഈ വീട്ടിലാണ്. ഇവിടെ വന്ന് ഷീബയെ കണ്ട് ആശുപത്രിയിലേക്ക് എന്നെ വിളിച്ചിട്ട് വന്ന് നീ പാവങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പോയി കണ്ടു, നിന്നെ കൊണ്ട് ചെയ്യാമെന്ന് ചെയ്യാം. അത് കഴിഞ്ഞപ്പം ക്ലെവി സിനിമേനി എന്നെ വിളിപ്പിച്ചു. എനിക്ക് പ്രായമായി, ഞാൻ കൊച്ചിയിൽ കുഞ്ഞായിരിക്കുമ്പോൾ അവനെ എടുത്തുകൊണ്ട് വന്നതാണ്. അന്നത്തെ ഞാൻ ചെമ്മാച്ചനായിരിക്കുമ്പോൾ എനിക്ക് ആശ്രയമുള്ള ഒരു കർഷക കുടുംബമാണ്, എനിക്ക് നല്ലപോലെ അറിയാവുന്ന കരഞ്ഞ് എൻ്റെ മുമ്പിൽ അവിടെ വിക്ടറിന് ചെയ്യാമെന്ന് ചെയ്യണം. ഞാൻ ഒരു തിരുമേനി പ്രാർത്ഥിക്കും. അവിടെ നിന്നുകൊണ്ട് ഞാൻ തിരുമേനിയെ കൊണ്ട് അന്നേരം തന്നെ മനോരമയിലും ഒക്കെ വിളിപ്പിച്ച് പത്രങ്ങളിൽ JK മാത്യു സാറിനെ വിളിച്ചു. അത് കഴിഞ്ഞ് പത്രങ്ങളും ഇത് ടേക്കപ്പ് ചെയ്തു. ദിവസവും ഈ സമരം ഞാനവിടെ നടത്തും, പത്രസമ്മേളനം നടത്തും. വൈകിട്ട് നിന്ന് ഞാൻ ഇവരുടെ വിവരങ്ങളൊന്നും തിരക്കാനുള്ളൊരു അങ്ങനെ ഈ ദിവസങ്ങൾ സമരം നടത്തിയതിൻ്റെ ഒരു ജനങ്ങൾ ഇളകി. താമരശ്ശേരി ബിഷപ്പ് കത്തോലിക്ക സഭയുടെ അതുപോലെ എല്ലാ ഈ ഓർത്തഡോക്സ് സഭയുടെ മിക്ക പള്ളികളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പിൽ ധർമ്മയുണ്ടായിരുന്നു. പല രാഷ്ട്രീയ ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഈ സമരം ഏറ്റെടുത്തു. ഹൈക്കോടതിയിൽ വിധി വന്നു, പിന്നെ ഗവൺമെൻറ്റിനും മുട്ടുമുടക്കേണ്ടി വന്നു.
അത് റീപോസ്റ്റ്മോർട്ടം നടത്താനും CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്നാണ് സമരം ഞാൻ നിർത്തിയത്. റീപോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അതിനകത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെന്ന് തന്നെ തെളിഞ്ഞു. ഇവർക്കൊരു പുതിയ കുറ്റപത്രം CBI സമർപ്പിച്ചു. പക്ഷെ അതിങ്ങനെ എഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കൊല്ലവും മത്തായിയുടെ അനുസ്മരണത്തിന് കുടുംബമായിട്ട് കൊണ്ടുപോയി അവിടെ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്ത് 2 കൊല്ലക്കാലം. അത് കഴിഞ്ഞിട്ടാണ് ഒരു വനമന്ത്രി ഇവിടെ പത്തനംതിട്ട വന്നപ്പോൾ ഷീബായി കുടുംബത്തെ കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചെന്ന് മന്ത്രിക്ക് നിവേദനം കൊടുത്തു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് CBIയുടെ അന്വേഷണം നടത്താൻ അവർക്ക് നിവേദനം കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് മന്ത്രിമാരുടെ കൂടെ ഇവിടെ പത്തനംതിട്ട കളക്ടറേറ്റ് ഒരു മീറ്റിംഗ് വെക്കുന്നത്. വന പ്രശ്നങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടും എന്താ അതിനെക്കുറിച്ചൊരു അവലോകനം യോഗം. ഇപ്പം ഞാൻ ഇതിനു വേണ്ടി മാത്രം പോയി. അന്ന് ഞാൻ മന്ത്രി വിളിച്ചു. മന്ത്രി ഇത് അവരുടെ കുടുംബത്തിൻ്റെ ഉടനെ പരിഹരിക്കുക. അന്ന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പുള്ളി എല്ലാവരെയും വിളിച്ചു, കൺസർവേറ്ററേയും എല്ലാം വിളിച്ചു. ഞാൻ ഉടൻ തന്നെ പരിഹരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷീബ എന്നോട് പറയുന്നു, വിൽസൺ വിളിക്കുന്നു, ഞങ്ങൾക്ക് ഷീബ പറയുന്നു എനിക്ക് വീടിന് ബുദ്ധിമുട്ട്. നേരത്തെ ധരിച്ചിരുന്നത് വിൽസന് ഒരു ഇവർക്ക് വേറെ സ്ഥലം കൊടുക്കും, അവിടെ വീട് വെക്കും എന്നായിരുന്നു. അപ്പോൾ അവിടെ ഇത് വേറെ 2 ബ്ലോക്കോ ഓളോ ബ്രിക്സിൻ്റെ വന്നു. അതിന് പകരം പുള്ളി അവർക്ക് വീടിന് വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷീബ എന്നോട് പറയുന്നുണ്ട് ഇതാരും സഹായിക്കത്തൊന്നുമില്ല, എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. ബാബാ തിരുമേനി കാലം ചെയ്തു. ബാബാ തിരുമേനി പഴയ ബാബാ തിരുമേനി വീട് വെച്ച് തരാമെന്ന് ഷീബയോടും പറഞ്ഞു. ക്ലിമി തിരുമേനിയോട് ഞാൻ പറയുമ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു ഞാനെന്ത് ചെയ്യാൻ ബാബാ തിരുമേനി ചെയ്യാമെന്നാണ് പറഞ്ഞു. പിന്നെ സഭയിൽ നിന്ന് ചെറിയ എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഷീബയോട് പറഞ്ഞു ആ പൈസ കൊണ്ട് സ്ഥലം മേടിക്കാനും ഒന്നിനും വീട് വെക്കാം. അപ്പോൾ ഷീബയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഷീബയുടെ കുടുംബ വീട്ടിലെങ്ങാണ്ട് സ്ഥലമുണ്ട്. അവിടെ ഞാൻ യാതൊരു കാരണവശാലും ചെയ്യരുത്, അത് നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഷീബയോട് ഈ ടെൻഷൻ കൊണ്ടാണ് ദിവസവും ഞങ്ങളൊരു വഴക്ക് വരെ ഉണ്ടായി. ഞാൻ പറയാം ഞാൻ അതിനകത്ത് നിങ്ങൾ ചെയ്തു, പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും വഴി കാണിക്കും. അങ്ങനെ ഞാൻ ഇവരെ എല്ലാം പൊക്കിയെടുത്തുകൊണ്ട് വിൽസനോട് പറഞ്ഞു. വിൽസൺ വീട് കഴിഞ്ഞിട്ടുള്ള 2 സെൻറ്റ് സ്ഥലത്തിൽ പണിയാനാണ് നമ്മൾ ക്ലിമി സിനിമേനെ കൊണ്ട്. ക്ലിമി സിനിമേനെ അന്നേരം എന്നോട് പറഞ്ഞ് 2 സെൻറ്റിന് കല്ലിട്ട് എൻ്റെ പൈസ ഒന്നുമില്ല, എനിക്ക് പ്രായം എല്ലാവരോട് ചോദിക്കാനൊന്നും വയ്യ, വിക്ടറിനകത്ത് മുന്നേ നിൽക്കാമെങ്കിൽ ഞാൻ വന്ന് കല്ലിട്ട് തരാം. പക്ഷേ എന്നെ കല്ലിട്ടിട്ട് ഞാൻ തിരുമേനി പ്രാർത്ഥിച്ചുകൊണ്ട് കല്ലിടും, ദൈവം നടത്തും, നമ്മളൊന്നുമല്ല നടത്തും. വളരെ ഗംഭീരമായി ഭയങ്കര മഴയത്തായിരുന്നു ഇവിടെ വലിയ മീറ്റിങ്ങൊക്കെ നടത്തി. തിരുമേനി കല്ലിട്ടു. അന്ന് തന്നെ ഇവിടുന്ന് ഒരു ഇടുക്കളയെന്ന് പറയുന്ന ഒരാൾ കുറേ കട്ടള കൊണ്ടുവന്ന് വീട് നിറച്ച് മുറ്റത്ത്. എനിക്ക് ഭയങ്കര സന്തോഷം. വലിയ എന്ന് വെച്ചാൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇവിടെ കട്ടളയായി കല്ലിട്ടു. പിന്നെ സ്ഥലത്തിൻ്റെ വന്നപ്പം ഈ സ്ഥലങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ത് ചെയ്താൽ ഇവർ പോയി കരഞ്ഞ് വിളിച്ചൊക്കെ ചോദിച്ചിട്ടും അപ്പം തിരുവമ്മജി സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഞാൻ വരുമ്പോൾ ഇവിടുത്തെ എറമ്പാച്ചന് ബസ്സേലർ എറമ്പാച്ചനും ഒക്കെ വിൽസനും ഉണ്ട് ഈ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ അമ്മച്ചിയെല്ലാം കൂടെ ഇരിക്കും. ഞാൻ നിങ്ങൾ ഒന്നുകൂടെ ചോദിക്കും, ഞങ്ങളിത് ചോദിച്ചിട്ട് പ്രയോജനമില്ല, നടക്കത്തില്ല. അപ്പോൾ റമ്പാച്ചനും പറഞ്ഞു നടക്കത്തില്ല, വെറുതെ ഇനി മെനക്കെടണ്ട. ഞാൻ എൻ്റെ റമ്പാച്ച വാ നമുക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് റമ്പാച്ചൻ്റെ കൈക്ക് പിടിച്ച് വിൽസലിൻ്റെയും കൈക്ക് പിടിച്ച് ഇവരെയും കൊണ്ട് ചെന്നപ്പോൾ അപ്പച്ചൻ ഭയങ്കര ബഹളം. അപ്പച്ചൻ പിള്ളേർ സമ്മതിക്കുന്നത് ഞാൻ പിള്ളേരുടെ പേരിൽ എഴുതി. അങ്ങനെ ഞാൻ പിള്ളേരുടെ പേരിൽ എഴുതിയതെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ഈ പിള്ളേർ ഏതാണ്ട് തിരക്കിയപ്പോൾ പിള്ളേർ ഒരാൾ മണലാട്ടം കണ്ട തിരക്കിയപ്പോൾ കോളേജിൽ ഞങ്ങളൊക്കെ ഒരേ ബാച്ചിൽ പഠിച്ചത്. അതെനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറയാം അപ്പച്ചനോടും ഒത്തിരി ദേഷ്യപ്പെട്ടു. അപ്പോൾ അമ്പാച്ചൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമ്മുടെ വിഷമം കൊണ്ട് പറഞ്ഞു അവരെല്ലാം ചെയ്യണമെന്നൊക്കെ. എന്നിട്ട് ആ മോനെ പോയി കണ്ടു. ചെന്നപ്പോൾ കാണാനെത്തില്ല, വിളിച്ചു. ഞാൻ പുള്ളിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വളരെ ഹൃദയം പറഞ്ഞു. നിങ്ങൾക്ക് ഒരനുഭവം ഉണ്ടായാൽ നിങ്ങളുടെ വൈഫിനും പിള്ളേരും ഇതുപോലെ സാഹചര്യത്തിൽ വന്നാൽ എന്താണ് അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അത് പറയുമ്പോൾ മറുപടിയില്ല. അപ്പോൾ അപ്പച്ചനെ പുള്ളി പ്രായമല്ല, ഇവരൊന്നും സമ്മതിക്കാൻ ഒന്നും വേണ്ട, അത് കൊടുത്തിരിക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ലൈറ്റസ് അച്ഛനെ വിളിച്ച് പറയുന്നത്. ലൈറ്റസ് അച്ഛൻ്റെ കുടുംബമാണ്. അപ്പം പുള്ളി എന്താ സമ്മതിച്ചു എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ സംസാരിക്കാൻ വിലയുടെ കാര്യം. അങ്ങനെയാണ് പിന്നെ പുള്ളി വില. അത് കഴിഞ്ഞ് കമ്മിറ്റി ഇവിടെ ഇത് കൂടി അവിടെ ഒരു ക്ലിമി സിനിമേനി ഇങ്ങനെ പറഞ്ഞു പുള്ളി എന്തിനും പ്രായമായി മാറുക എന്ന് പറഞ്ഞു. സെറാഫിൻ തിരുമേനി ക്ലിമി സിനിമേനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, സമയം കൂടി ക്ലിമി സിനിമയോട് ഒരു കാര്യം തിരുമേനി, ഇത് തിരുമേനി ഒരു കൽപ്പന നിങ്ങളുടെ ഭദ്രാസനത്തിൽ അയക്കുക. ഞാൻ എൻ്റെ ബന്ധുക്കൾ ഒത്തിരി പേര് ഓർത്തഡോക്സിലെയും മറ്റുമുണ്ട്, കാശുള്ളവരുണ്ട്, അവരോട് ഞാൻ പോയി പിടിച്ച് പഠിച്ചോളാം. തിരുമേനി ഒരു കൽപ്പനയെ ഇനി ഞാനിതായി ഇത് കമ്മിറ്റിയൊക്കെ കൂടി പലരും എതിരാ നടക്കത്തില്ല. ആ കൽപ്പനയാണ്. അത് കഴിയുമ്പോൾ സറാഫി തിരുമേനിയെ
ഈ അടുത്ത ചാർജാണ് കണ്ടപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രാത്രി പോയി അരമനയിൽ പോയി കണ്ടു. അപ്പോൾ സറാഫി തിരുമേനി പറഞ്ഞു സ്ഥലം എങ്ങനെയും ഒപ്പിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ അത് കഴിഞ്ഞ് സ്ഥലം ഇത് പറഞ്ഞ പോലെയല്ല ഒപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് സറാഫി തിരുമേനി അടുത്ത കമ്മിറ്റി വിളിച്ച് വിക്ടർ ഇത് എന്നെ പിടിച്ചതിനകത്തിട്ടു എങ്ങനെയൊരു പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നെ വെട്ടിലാക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരുമേനി അല്ല തിരുമേനി ദൈവം എങ്ങനെ നടത്തും എന്ന് തിരുമേനിയോട് പറഞ്ഞു. അതൊന്നാ പാന്ന് പറഞ്ഞ് എന്നോട് ഉള്ള നമ്പറല്ല, ഞാൻ കുറേ നമ്പറല്ല അവിടെ ഈ കമ്മിറ്റിക്കാരുടെ ഒപ്പിക്കൊണ്ട് അവിടെ ഞാൻ അതിന് കൊണ്ട് തിരുമേനിയെ കൊണ്ട് കുറേ വിളിപ്പിച്ച് കിട്ടിയതെല്ലാം എടുത്ത് തിരുമേനി കുറേ പേരെല്ലാം വിളിച്ച് തിരുമേനി അതിന് കെട്ടുന്നു. പിന്നെ തിരുമേനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോയി. ആ കുറേ പേരെ വിളിച്ച് കുറേ പേരെ കിട്ടിയില്ല, കൊടുത്തു വരുന്നു. പിന്നെ വിളിച്ച് എടുക്കുന്നില്ലെന്ന് അവരെ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പോയി കുറേ പേരെ നേരിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഭദ്രാസനത്തിൽ 3-4 വീട് ഇവരെ സഖ്യത്തിൻ്റെ പണിയുന്നുണ്ട്. ഇവർ ഞാൻ വിളിച്ചവരുടെ നിന്നൊക്കെ ഇവിടുന്ന് പലരും പൈസ മേടിച്ചു. ഞാൻ ആകെ വിഷമിച്ചു. ഇവിടെ പോകും നമ്മൾ ഇവരെയൊക്കെ ലിസ്റ്റും ഫോൺ നമ്പറും കൊടുത്താൽ. അത് കഴിഞ്ഞപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു അതെങ്ങനെയും ചെയ്തോണം, ഇത് എനിക്ക് സമയമില്ല ഈ കാര്യങ്ങളായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനി നടക്കും, തിരുമേനി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മുത്തൂച്ച പാപ്പച്ചാൻ്റെ ജ്ഞാനമാമ മരിച്ച് എൻ്റെ ഞങ്ങൾ കസിൻസാണ് അവിടെ വീട്ടിൽ പ്രാർത്ഥന മരിച്ചു കഴിഞ്ഞ ഉടനെ 41 ഏതാണ്ട് പരിപാടി വരുമ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് അവരുടെ വീട്ടിൽ പിള്ളേരെല്ലാം ഉണ്ട്. 41 കഴിയാൻ പോകത്തില്ല, 10 ദിവസത്തിൽ അങ്ങനെ ചടങ്ങുണ്ട്. ഞാൻ ദിവസവും കയറി ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 6 ലക്ഷം രൂപയുടെ പദ്ധതിയുണ്ട്. ഞാൻ അതിനിപ്പോൾ ഈ MS സുനിലെ പ്രൊഫസറെ അവരെ പോയി കണ്ടു. അവരുടെ സ്ഥലം തരാമെന്ന് പറഞ്ഞു, അല്ല ഇത് വീട് വെച്ച് തരാം. പക്ഷേ അവരുടെയൊക്കെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചെറിയ കോളനികൾക്ക് വെക്കുന്ന വീടുകൾ. മർത്തോമ മെത്രാപ്പൊലിത്തായിട്ട് ഞങ്ങളുടെ ഒരു അച്ഛനുണ്ട്, അതിൻ്റെ തിരുമേനിയുടെ അഭയം. അവിടെ ചെന്ന് കണ്ടപ്പം അച്ഛൻ പറഞ്ഞു ഇതുപോലെ ചെറിയ വീടാണെങ്കിൽ തരാം, അത് പ്രയോറിറ്റി ആയിട്ട് സ്പെഷ്യൽ പ്രയോറിറ്റി ആയിട്ട് തിരുമേനിയെ കൊണ്ടിരിക്കും. അപ്പം നോക്കിയപ്പം ഇതല്ല നമുക്ക് ഞാൻ ഇവരുടെ ഒരു ഇത്രയും പേരുടെ ഇത് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ഈ വീടെന്ന് പറയുമ്പോൾ എല്ലാവരും ഈ സാധാരണ ആ ഒരു ലെവലാണ്. ഞാൻ പറഞ്ഞു നല്ലൊരു വീട്, ആ മത്തായിയുടെ ഒരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വീട് വെക്കണമെന്ന്. അപ്പോൾ ആ ഒരു സ്വപ്നം അവർക്കവിടെ സാധിച്ചു കൊടുക്കണം. ഞാൻ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒത്തിരി എല്ലാവരെയും ഒന്ന് കൺവിൻസ് ചെയ്യാൻ എനിക്ക് ഇവർ തെറ്റായി ഇവരെ പറ്റി ഇവർക്കാകെ 5 ലക്ഷം കിട്ടി, അത് ആ പിള്ളേരുടെ പേര് ഞാൻ ഇട്ടേക്കാൻ തൊട്ടേക്കരുത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. ഞാൻ എൻ്റെ ഒരു സഹോദരിയുടെ ഒരു സ്ഥാനത്ത്, എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു സ്ഥാനത്ത് ഇവരുടെ ലാഭത്തിൽ നമുക്കിതിനകത്തൊന്നും രാഷ്ട്രീയ നേട്ടത്തിനോ അല്ലെങ്കിൽ സമുദായ നേട്ടത്തിനോ ഒന്നുമല്ല. ഞാൻ എല്ലാ സമുദായങ്ങളും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലാണ്. പഴയ ഔസേബി സിനിമയിൽ എൻ്റെ ഉപ്പാപ്പനാണ്, കത്തോലിക്കലെ സൈമസ് ട്രോഫി വേറെ ഉപ്പാപ്പനാണ്. അപ്പം എല്ലാം ഞാൻ എന്നൊന്നും നമ്മൾ കാണാറില്ല. അപ്പം ഇത് വെച്ച് എങ്ങനെയും ഇവർക്കൊരു വീട് നടന്നു കിട്ടണമെന്ന് അങ്ങനെ എനിക്ക് ഷീബ ഒരു പ്ലാനും കൊണ്ടുവന്നു. ആ പ്ലാന് വയബിളല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കോഴഞ്ചേരിയിലെ എൻ്റെ ഒരു ബന്ധുവാണ്, പ്രഗത്ഭനായ എഞ്ചിനീയറാണ്, KM പറീസ് എന്ന് പറയും കോയിക്കപ്പുറമേൽ. പുള്ളിക്ക് ഇവിടെ എസ്റ്റേറ്റൊക്കെ ഉണ്ട്, വലിയ സാമ്പത്തികമുള്ള ഒരാളാണ്. ഞാൻ ചെന്നേച്ച് പറഞ്ഞു എൻ്റെ കുഞ്ഞെന്ന വീട്ടിലെ പേര് കുഞ്ഞെ എന്നെ സഹായിക്കണം, എനിക്ക് ഇവർക്കൊരു വീട് വെച്ചു ചുമ്മാ ആവശ്യമില്ലാത്ത എന്നോട് ആദ്യം പറഞ്ഞ് ചുമ്മാ റിസ്ക് എടുക്കാൻ പോകണ്ട, അവരോട് ചെന്ന് എനിക്ക് കാശ് ചോദിക്കാനും വിക്ടർ ഉറപ്പ് തരണം. ഞാൻ കയ്യെ പിടിച്ച് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് എൻ്റെ പൈസ തരുവ്, എന്നെ ചതിക്കരുത്. ഈ എൻജിനീയർ ഈ കോൺട്രാക്ടർ പുള്ളി ഇവിടെ വന്ന് കണ്ടെത്തി പുള്ളി നല്ല പ്ലാനെല്ലാം ആക്കി. എന്നിട്ട് അരമനെ മീറ്റിംഗ് കൂടി ഇപ്പോൾ പലരും ഈ പ്ലാനും കൊണ്ട് വന്നതിനെ പുള്ളിയെ കുറിച്ച് പുള്ളി ഇട്ടേച്ച് പോകുന്നു. അപ്പോൾ ഞാൻ തിരുമേനി പക്ഷേ സ്ട്രോങ് ആയിട്ട് പുള്ളിയുടെ പ്ലാന് അതിപ്പോൾ തിരുമേനി ഏതാണ് തീരുമാനിക്കും. ഇത് നിങ്ങൾക്ക് വളരെ പുള്ളിക്ക് ചിലവ് അതാ പുള്ളി പറഞ്ഞ് ഇവിടെ വന്ന് പണിയുന്ന ബുദ്ധിമുട്ടാണ്, നല്ല ക്വാളിറ്റിയിലെ പണിയത്തുള്ളൂ, എനിക്ക് എൻ്റെ എക്സ്പെൻസും സാധനങ്ങൾ മാത്രം, എനിക്ക് ഒരു ലാഭവും വേണ്ട എന്ന് പറഞ്ഞാണ് ഈ പുള്ളിയെ കൊണ്ട് കോൺട്രാക്ട് ഏറ്റെടുപ്പിച്ചു. ഇപ്പോൾ തിരുമേനി പലർത്തും ഈ കൽപ്പന ഇറക്കിയില്ല, ഒരു വാട്സപ്പ് ഒക്കെ ഇട്ടു. തിരുമേനിയുടെ ആതിര പ്രോജക്റ്റിൽ നിന്ന് 2 ലക്ഷം രൂപ തന്നു, മറ്റു ചെറിയ ചെറുതായി. പിന്നെ ഞാൻ ഈ 10 ലക്ഷം രൂപയാണ് മുത്തൂറ്റ് അവരെന്ത് ചെയ്താൽ അത് വീഴത്ത്. ഞാൻ തിരുമേനിയോട് കയറുന്നതിന് മുമ്പ് ഞാൻ തലേദിവസം പോയപ്പോൾ ഇവരിങ്ങനെ 5 ലക്ഷം അങ്ങനെ അവർ തിരുമേനി കയറുമ്പോൾ ചോദിക്കണം മൊത്തം പണം തരാനൊക്കെ ചോദിക്കുന്നു. തിരുമേനി അന്നേരം ചെന്നേച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ട് ഒത്തിരി എടുത്ത് ചോദിപ്പിക്കണം, അതങ്ങ് പണിത് തരല്ലോ എന്ന്. ഞാൻ കുറേ എന്ന് തിരുമേനിയോട് പറഞ്ഞ് ചോദിപ്പിച്ചു. അപ്പം 5 ലക്ഷം എന്നോട് പറഞ്ഞത് 10 ലക്ഷം മതി. 10 ലക്ഷം അത് കിട്ടിയപ്പോൾ എല്ലാവർക്കും നടക്കുമെന്ന്, അത് ഇത് നടക്കത്തില്ലെന്നാണ് എല്ലാവരും ധരിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ മുത്തൂറ്റ് അവർ 50,000 രൂപ 25,000 തുടങ്ങിയതാണ്. M ജോർജ് ഗ്രൂപ്പ് ജേക്ക് പൊളിക്കാനോടും അലസ് പൊളിക്കാനോടും പറഞ്ഞ് അവർ 1.5 ലക്ഷം 50 തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ ഒരു ബന്ധുവാണ് KT ജോർജിൻ്റെ മോൻ ബിജു. ആ തിരുമേനി പറഞ്ഞ് വിളിച്ചാൽ ഫോൺ എടുക്കുന്നത് തിരുമേനി പറഞ്ഞു, ഞാൻ വിളിച്ചേച്ച് പറഞ്ഞു മോശം 12 പ്രാവശ്യം ഇവൻ്റെയൊക്കെ ബന്ധുവാണ് 12 പ്രാവശ്യം പുള്ളിയെ തപ്പി പൈരാത്രി കിട്ടി ഞാൻ റോഡിലിട്ട് വിളിച്ച് പറഞ്ഞു 1 ലക്ഷം രൂപ തന്നു.
വർഗീസ് കുര്യനോട് ഞാൻ നേരത്തെ ഷീബയോടൊക്കെ പറഞ്ഞു, ഷീബയ്ക്കൊരു മാനസിക ബുദ്ധിമുട്ട് പരിചയമില്ല. അതിന് വർഗീസ് കുര്യൻ എന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു, ഇവർക്ക് ഒത്തിരി കാശ് സമരത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി പേര് വന്ന് കാശ് മേടിച്ച് ഒത്തിരി രൂപ ലക്ഷങ്ങൾ എൻ്റെ ഞാനിവിടെ വന്ന് ഇവരോട് ചോദിച്ചു, വെരിഫൈ ചെയ്തു, ഇവരൊന്നും മേടിച്ചിട്ടില്ല. പലരും സമരം നടത്തിയവർ മേടിച്ചു. അങ്ങനെ വർഗീസ് കുര്യൻ 1 ലക്ഷം രൂപ കൊടുത്തു. ഒടുവിൽ ഇത് മണി നിന്ന് ഞാൻ ആകെ വിഷമിച്ചു പോയി. കോൺട്രാക്ടർ എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഫോൺ എന്നെ കൊണ്ട് ചതിക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ പണി നിർത്താം. അവനിടയ്ക്ക് കൈ ഒടിഞ്ഞ് പണി തുടങ്ങി. ഞാൻ നീ എന്നെ വിശ്വസിച്ചില്ലയോ, നീ ഇറങ്ങ്. ഞാൻ മലതവൻ പോയി JK മാത്യു സാറിനെ കണ്ടു. PK മാത്യു ചാക്കോച്ചാനെ ഞാൻ ചെന്ന വിവരങ്ങളെല്ലാം 1 മണിക്കൂർ പ്രത്യേക അപ്പോയിൻമെൻ്റ് എടുത്ത് പറഞ്ഞു. അപ്പോൾ എന്നോട് വിക്ടർ താമസിച്ച് പോയി ഞങ്ങളുടെ കമ്പനിയിലേക്ക് മറിച്ചുകൊണ്ട് എല്ലാം എൻ്റെ പേഴ്സണലായിട്ട് വിക്ടർ ഇത്രയും വന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ 50,000 രൂപ പുള്ളിയുടെ പേഴ്സണൽ അയച്ചു കൊടുത്തു. പിന്നെ ഇവരൊക്കെ ഈ ഇലക്ഷൻ വന്നുകൊണ്ട് ഒത്തിരി പേര് തരാമെന്ന് നേരത്തെ പറഞ്ഞത് നമ്മൾ താമസിച്ചു പോയി. ഞാൻ വിൽസനെയും ഇവരെല്ലാം കൂട്ടി വിൽസന് വരാനെത്തി. അങ്ങനെ എല്ലാം കൂടി കുറേ എല്ലാം കിട്ടി. ദൈവം തമ്പുരാൻ ഈ വീട് പണി തീർത്തു. ആ വീടിൻ്റെ എന്തായാലും ഈ വീട് ഇങ്ങനെ പണിത് ഇവർക്ക് താമസിക്കാൻ ഇന്ന് ദൈവം കൊടുത്തൊരു അവസരത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്തായാലും വളരെ ഈ സമരങ്ങളിൽ സഹകരിച്ച് തിരുമേനിമാരും അച്ഛന്മാരും ലോകം മൊത്തം സഹകരിച്ചതാണ്. ഇത് വലിയ സംഘടന. പിന്നെ എനിക്കിത് ഇത്രയേ ഉള്ളായിരുന്നു. ഈ വീടൊക്കെ പണിത് കഴിഞ്ഞ് ഇപ്പോൾ ഷീബായോട് ഇവിടുത്തെ ടൈറ്റസ് അച്ഛന്മാരാണ്ട് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു, ഇവിടെ ചടങ്ങുകളൊന്നും നടത്താൻ പാടില്ല, കൂതാശ മാത്രം നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞു, ഷീബ തിരുമേനിയും അച്ഛനും ഒക്കെ പറയുന്ന ഷീബ കേൾക്കാം, ഇവരിവിടെ വെച്ച് മീറ്റിംഗ് നടത്താനായിട്ട് പരിപാടി ഇട്ടു. നമ്മൾ വേണ്ട, വെളിയിൽ സെൻട്രൽ ടൗൺ കൊണ്ടായിട്ട് മത്തായി ഒന്ന് അനുസ്മരിക്കുകയും മത്തായിക്ക് സമരത്തിലും ഈ ഫണ്ട് തന്നവരെയും അത് മുത്തൂറ്റെന്നൊക്കെ അവർ എറണാകുളത്തു നിന്നും ഒക്കെ ആളിവിടെ വന്നിരിക്കുക. അവരെയൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് അവരുടെ മുമ്പിൽ ഒന്ന് അവരോടൊന്ന് നന്ദി പറയുന്നത്. നമ്മൾ അത്രമാത്രം കയറിയത് ഒരു 20-25 പ്രാവശ്യം ഓരോരുത്തരെ പോയി കണ്ടിട്ടുണ്ട്. അവര് സന്തോഷത്തോടുകൂടി അവരിത് ഇവർക്കൊന്നും പൈസ ഇല്ല, പക്ഷെ അവർക്കിത് കാര്യം യഥാർത്ഥമാണോ ശരിയാണോ സത്യസന്ധ ഇതിൻ്റെ ഇടയിൽ 100 പേര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ കൃപ ഈ തന്നോർക്കെല്ലാം പ്രത്യേക ഇതിനോട് ഇതുമായി സഹായിച്ചവരും അതുപോലെ തന്നെ ഇതിൻ്റെ സമരങ്ങളിൽ പങ്കെടുത്തു. ഇത് 4 വർഷമായി നോക്കണം. 2 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നു. 3-ാം വർഷം ഞാൻ ചെയ്തത് ക്ലിമി സിനിമയെ കൊണ്ട് കല്ലിട്ടപ്പം പത്രസമ്മേളനം നടത്തി ഇവിടെ മീറ്റിംഗ് നടത്തി എന്നുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും വീഡിയോ എടുത്ത് പോകുമ്പോൾ ലൈവ് എടുത്ത് പോകുമ്പോൾ പറയും ക്ലിമി സിനിമയെ കൊണ്ട് അത് ചെയ്തു. ഈ സറാഫി സിനിമയിൽ വന്നപ്പം കട്ടളയുണ്ട്. ഞാൻ പറയാം ചടങ്ങാക്കി എന്തിനാ, ഇതൊക്കെ 10 പേര് കേട്ടാലേ 10 രൂപ കിട്ടുന്നു. സറാഫി സിനിമയെ അവിടെ ലൈവ് കൊടുത്തു. എവിടെ അരമനയിൽ ഈ കട്ടള വകുപ്പിൻ്റെ പരസ്യം കൊടുത്തു. പിന്നെ ഇത് പൂർത്തീകരിച്ചപ്പോൾ എനിക്കൊരു വിഷമമുള്ളത് സന്തോഷത്തോടു കൂടി അവരോട് കൂടി. എന്നിട്ട് ഇന്നലെ ഷീബ എന്നോട് പറഞ്ഞു, വേറെ ആരും തരണ്ട, എനിക്ക് താക്കോല് ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് പാടില്ല, നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തിരുമേനിയെ കൊണ്ട് താക്കോല് കുടിപ്പിക്കണം. എന്നെ ഒത്തിരി നിർബന്ധിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, അത് സാറാ എന്നെ അർഹതപ്പെട്ടു വന്നു, താക്കോല് ഞാൻ കൈമാറുന്നു. ഞാൻ പറഞ്ഞു, തിരുമേനിയെ കൊണ്ട് തന്നെ കുടിപ്പിക്കണം. തിരുമേനി മീറ്റിങ്ങിന് പിന്നെ പങ്കെടുക്കുന്നില്ല, അത് പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അന്നേരം ആരെങ്കിലും ആലോചിക്കാം. ഏതായാലും ഇന്ന് ആ മീറ്റിംഗ് അവിടെ വെളിയിലാണെങ്കിലും നടത്തി എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു. ഇന്നുകൊണ്ട് ഈ ഫെഡറൽ ബാങ്കിലാണ് ഇതിട്ടേക്ക്. ഞാൻ പറഞ്ഞത് ക്ലോസ് ചെയ്യുക, എഞ്ചിനീയറെ ക്ലോസ് ചെയ്യുക, എല്ലാം ചെയ്ത് ഇവർ ദൈവം ഇവരെ ബാക്കി അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, മത്തായുടെ ആത്മാവ് സന്തോഷിക്കട്ടെ, ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സന്തോഷമാണ്. ഇത്രയും ഭംഗി പലരും ഞെട്ടിപ്പോയി. ഇത്രയും നല്ല സ്ട്രക്ചർ, ഇത്രയും നല്ല രീതിയിൽ ഇതുപോലെ. പിന്നെ ആ വഴിയെടുത്തു. ഞാൻ വഴിയെടുത്തപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു, ബോർഡ് ക്യാപ്ഷൻ, ആ ബോർഡ് ഇത് പടം ഇത് വെച്ചിരിക്കണം, മത്തായിയുടെ ഭവനം എന്ന് പറഞ്ഞ് ഇതുവഴി കാണുന്നു. അത് ഞാൻ മിനിറ്റ് വെച്ച് കോൺട്രാക്ടറെ പൊക്കി വന്ന് എളുപ്പം ഇത്ര മണി കൊണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൻ്റെ ഇത്ര തീർത്തു. ഈ 15-ാം തീയതി എന്നോട് ചോദിച്ചിട്ട് ഡേറ്റ് ഇട്ടില്ല. ഞാൻ ബാബായൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ സറാഫി തിരുമേനി പറഞ്ഞ് ബാബായെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. അപ്പം തിരുമേനി പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. പക്ഷേ ഈ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ രാഷ്ട്രീയ മീറ്റിംഗ് അല്ല നടത്തുന്നത്. നമ്മളിറങ്ങി തിരിച്ച് 4 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് ഇതിനെല്ലാം നടന്ന് എല്ലാ കാര്യത്തിലും നിർണ്ണയിച്ച് ആ അവസാനം അത് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. അത്രയും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും വിക്ടർച്ചാൻ തുടക്കം മുതൽ അതുപോലെ നിരവധി ആൾക്കാർ ഇതിൻ്റെ മുന്നും പിന്നും, അതുപോലെ നമ്മുടെ വക്കീലും, അതെ ജോണി വക്കീലും, അതുപോലെ എല്ലാവരും കട്ടയ്ക്ക് ഇവിടുത്തെ ഒരുപാട് കർഷകരും
ഇവിടുത്തെ ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് കട്ടയ്ക്ക് കൂടെ വന്നു. അതിന് വളരെ സന്തോഷം. നമ്മളും വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാണാം. എന്തായാലും ഇനിയും ഈ ഫോറസ്റ്റുകാരുടെ ജനദ്രോഹത്തിനെതിരെ ശക്തമായിട്ടൊരു നിയമം വരണം. ഇത് കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ വരുന്ന സർക്കാർ ആരാണോ അവർ ഇത് കണ്ടുകൊണ്ട് അതിന് വേണ്ട നടപടികളെടുക്കണം. കാര്യം നിയമത്തിലുണ്ടാകുന്ന പഴുതുകളാണ് ഇതുപോലുള്ള കർഷകരെ കൊണ്ട് കർഷകരുടെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഭവനം ഇന്ന് ഈ അവസ്ഥയിൽ വരാനുണ്ടായ അവസ്ഥ. അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ സൈനിങ് ഓഫ്.